ഞാനിപ്പോൾ വന്നത് ആക്ച്വലി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഗോ ടു ആയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ലിപ്സ് ഷെയ്ഡ്സ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി ചിലപ്പോൾ നിങ്ങളിത് പല സ്ഥലങ്ങളിലും കണ്ടു കാണും, പക്ഷെ എന്നാലും ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന കുറച്ച്, അതായത് ഓഫീസിലോട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലിപ് ഷെയ്ഡ്സ്. ലൈക്ക് ലിമിറ്റഡ് ആയിട്ടേ ഉള്ളൂ, പക്ഷെ എൻ്റെ കുറേ ലിപ് ഷെയ്ഡ്സ് ഉണ്ട്. നിങ്ങൾക്കത് കാണണമെങ്കിൽ പറ, ഞാൻ ലൈക്ക് ലിപ് ഷെയ്ഡ്സിൻ്റെ ഒരു വീഡിയോ ഒരു ഹോളായിട്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ പക്ഷെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 ലിപ് ഷെയ്ഡ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഈ 4 ലിപ് ഷെയ്ഡ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഉണ്ടോ, ഈ പ്ലമ്മിൻ്റെ വെരി ബെറി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഞാനിപ്പോൾ കറൻ്റ്ലി ലിപ്പിൽ അപ്ലൈ ചെയ്തേക്കുന്നത് ഈ വെരി ബെറി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. നല്ല ഷെയ്ഡാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്ലമ്മിൻ്റെ തന്നെ കൊക്കോമൂച്ച എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇതൊരു ബ്രൗണിഷ് ഷെയ്ഡാണ്. നമുക്ക് നമ്മുടെ ലിപ്പിൽ ഭയങ്കര നല്ല ഭംഗിയിൽ കിടക്കും. ലൈക്ക് നമ്മൾ ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡേ ഫുൾ അങ്ങനെ തന്നെ കിടന്നോളും. നമ്മൾ റീഅപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. സോ ദാറ്റ് ഇത് ക്യാരി ഓവർ ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ കൂടെ എപ്പോഴും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മാസ് കോസ്മെറ്റിക്സിൻ്റെ ഗേൾ പവർ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഗേൾ പവർ 10 ആണ്. ഇതും ഒരു ബ്രൗണിഷ് ഷെയ്ഡാണ്. നമുക്ക് എത്ര നേരം വേണമെങ്കിലും ലിപ്പിൽ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഷെയ്ഡാണ്, പൊളിയാണ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് റെനി കോസ്മെറ്റിക്സിൻ്റെ മിറാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് നമ്മുടെ ലിപ്പിൽ ലോങ് ലാസ്റ്റ് ചെയ്യത്തില്ല, അത്രയും ടൈം നിൽക്കത്തൊന്നുമില്ല. നമ്മളിത് എപ്പോഴും നമ്മുടെ കൂടെ ക്യാരി ഓവർ ചെയ്യേണ്ടി വരും. പക്ഷെ ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. ലൈക്ക് നമുക്കിങ്ങനെ ലൈക്ക് ലിപ്പ് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയിൽ കിടക്കും. അങ്ങനത്തെ കൈൻഡ് ഓഫ് ഷെയ്ഡ്സ് ആണ്. ഈ 4 ഷെയ്ഡ്സും നമുക്ക് അഫോർഡബിൾ റേഞ്ചിൽ വരുന്നതാണ് എനിക്ക് തോന്നുന്നു. പക്ഷെ മാസ് കോസ്മെറ്റിക്സിൻ്റെ ഗേൾ പവർ ആണ് ഇച്ചിരിയും കൂടെ അഫോർഡബിൾ റേഞ്ചിൽ വരുന്നത്. ബാക്കിയെല്ലാം 400+ ആണ്. ഞാൻ പക്ഷേ റെനേൻ്റെ മിനീസാണ് വാങ്ങിച്ചേക്കുന്നത്, കാരണം എനിക്ക് ട്രൈ ഔട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പോൾ ബൈ ബൈ.